സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതി ആണെങ്കിൽ ഋഷിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മന്ത്രിയുടെ സഹായം തേടാണ്. പക്ഷേ മന്ത്രി അരുന്ധതിയോട് ഒരു ദയവും കാണിക്കണില്ല. അപ്പോൾ അരുന്ധതി മന്ത്രിക്ക് കൊടുത്ത ആനുകൂല്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം മന്ത്രി പറയുന്നുണ്ട്, അത് നിങ്ങൾ മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെ പാർട്ടിയിലേക്ക് ഫണ്ട് തരാറുണ്ട് എന്ന് വിചാരിച്ച് അവരുടെ കുടുംബ പ്രശ്നം തീർക്കലല്ല പാർട്ടിയുടെ പണി. MLA ഭർത്താവിനെ കാണുന്നില്ല എന്നും പറഞ്ഞ് MLA പരാതിയായിട്ട് നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മകനെ കാണുന്നില്ല എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഒരിക്കൽ നിങ്ങളുടെ മകനെ കാണാനില്ല എന്നും പറഞ്ഞ് അതിന് അന്വേഷണം നടത്തിയതാണ്. ആ സമയത്ത് നിങ്ങൾ ആദ്യമൊക്കെ ഉത്സാഹിച്ചു, പിന്നീട് നിങ്ങൾക്ക് അതിലൊരു താല്പര്യമില്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് അന്ന് അന്വേഷണം അവിടെ നിന്നു എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, പോലീസിൻ്റെ അന്വേഷണം ഉഴപ്പിയതുകൊണ്ട് പിന്നെ എനിക്കിതിൻ്റെ പിറകെ നടന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. പിന്നെ വീണ്ടും എനിക്ക് എൻ്റെ മകനെ കണ്ടെത്തണമെന്ന് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ സാറിനെ വിളിക്കുന്നത്. എന്തായാലും സാർ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പാർട്ടീനെ കുഴപ്പത്തിലാക്കരുത്, നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ മകനെ കണ്ടെത്തുന്നു പറഞ്ഞ് മന്ത്രിയാണ് ഈ ഫോൺ വെച്ചതും അരുന്ധതിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വരുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി CPയോട് പറയുന്നുണ്ട്, കണ്ടില്ല CP ഓരോരുത്തരുടെ സ്വഭാവം, ഇത്രയും നാളും എന്ത് കാര്യത്തിനും ഞാൻ വേണമായിരുന്നു, ഇപ്പോൾ എൻ്റെ മകൻ്റെ ഒരു കാര്യം വന്നപ്പം അവർക്ക് അത് പ്രശ്നമാണ്, പാർട്ടിയെ ബുദ്ധിമുട്ടിയിലാക്കല്ലേ എന്ന് അവർ പറയണേന്ന് പറയുമ്പം CP പറയുന്നുണ്ട്, അത് മേഡം പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് അവർ ആരുടെ അടുത്തും വരും, പക്ഷേ അവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മേഡത്തിൻ്റെ കാര്യവും, മേഡത്തെ ഇനി അവർക്ക് ആവശ്യമൊന്നുമില്ല, ഇലക്ഷനും കഴിഞ്ഞു അയാൾ മന്ത്രിയാവുകയും ചെയ്തു, പിന്നെ എന്തിനാ മേഡത്തിനെന്ന് ചോദിക്കണം. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും CP, ഇനി ആരുടെ അടുത്ത് പോയി നമ്മൾ ചോദിക്കും, ഋഷിയെ എങ്ങനെ കണ്ടെത്തും, ഋഷി എവിടെയാണെന്ന് ഇതുവരെയും ഒരു സൂചന പോലും കിട്ടിയിട്ടില്ലല്ലോ. ആ സമയത്ത് CP വീണ്ടും ചോദിക്കുന്നുണ്ട്, മേഡം ഇനിയിപ്പോൾ ഋഷിയായിട്ട് തന്നെ എവിടെയെങ്കിലും മാറി നിൽക്കണമായിരിക്കുമോ നന്ദനെ പേടിച്ചെന്ന് ചോദിക്കുമ്പം, ഇല്ല CP, നന്ദനെ പേടിച്ച് അങ്ങനെ ഋഷി ഇവിടെ എങ്ങും നിൽക്കൂല, ഋഷി പോകാനിരുന്നത് ദുബായിക്കല്ലേ, എന്തായാലും നന്ദൻ അങ്ങോട്ട് ചെല്ലില്ല എന്ന് ഋഷിക്ക് അറിയാലോ, പിന്നെ എന്തിനാ നന്ദനെ പേടിച്ച് ഋഷി ഇവിടെ മാറി നിൽക്കണേന്ന്. അന്നേരം CP പറയുന്നുണ്ട്, ഇതിപ്പോൾ ഒരു പിടിയും കിട്ടണില്ലല്ലോ മേഡം, എന്തായാലും നമ്മളാരും അറിയാതെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്, എന്തായാലും ചന്ദ്രോത്തുകാരൊന്നും അല്ല ഋഷിയെ തട്ടിക്കൊണ്ട് പോയേക്കണേ, അതുപോലെ ഇസബെല്ലേനെയും കെവിനെയും മേഡം സംശയിച്ചെങ്കിലും അവരാന്ന് എനിക്ക് തോന്നണില്ല, ഇവരാരും അല്ലാണ്ട് പിന്നെ ആരാ ഋഷിയെ തട്ടിക്കൊണ്ട് പോകാനുള്ളത് CP എന്താ ഇങ്ങനെ പറയണേ, എൻ്റെ ബലമായ സംശയം ഇസബെല്ലെ ആയിരിക്കും എന്നാന്ന് പറയുമ്പോൾ CP പറയുന്നുണ്ട്, ഇല്ല മേഡം, അവരങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, എന്തായാലും നന്ദനെ തട്ടിക്കൊണ്ട് പോകാൻ ഇസബെല്ല പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ അത് വിജയിച്ചില്ല, പിന്നീട് ഋഷിയെ തട്ടിക്കൊണ്ട് പോകാനൊന്നും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല, എന്തായാലും നമുക്ക് അന്വേഷിക്കാം മേഡം സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് CP പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും ശാരികേനെയാണ്. ശാരിക ദേവികയോട് പറയുന്നുണ്ട്, ചേച്ചി കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുകയെന്നാണ് തോന്നണേ, എത്രയും പെട്ടെന്ന് ചേച്ചി മിനിസ്റ്ററേയും കൊണ്ട് CMനെ കാണാനുള്ള അനുമതി മേടിക്കണം, നീ നമ്മൾ ഉത്സാഹിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നന്ദേട്ടൻ്റെ ജീവനെ തന്നെ ബാധിച്ചേക്കും. അന്നേരം ദേവിക പറയുന്നുണ്ട്, ശാരി നീ എന്തേ ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി നമ്മൾ പറയുന്നിട്ടൊന്നും കാര്യമില്ല, എന്തായാലും ചേച്ചി നാളെ തന്നെ CMനെ കാണാനുള്ള ഏർപ്പാട് ചെയ്യുന്ന. അന്നേരം ദേവിക പറയുന്നുണ്ട്, എനിക്ക് CMനെ കാണാൻ അനുമതി തരാതിരുന്നത് അന്ന് ഞാൻ ആ പ്ലാന്റിന് അനുമതി കൊടുത്തില്ലേ, അത് CM എതിർത്തിട്ടും ഞാൻ കൊടുത്തതുകൊണ്ടാണ് എന്നെ മിനിസ്റ്റർ അതിന് സമ്മതിക്കാത്തതെന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, അതിനും കാരണക്കാർ പ്രഭേൻ്റെയും നന്ദേട്ടനും തന്നെയാണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് നന്ദേട്ടൻ തന്നെയാണ്, എന്നിട്ട് നന്ദേട്ടനെ ആണെങ്കിൽ ഇപ്പോൾ കാണാനുമില്ല, കുറ്റം മുഴുക്ക ചേച്ചിയുടെ തലയിലുമായി, ഇവിടെ അച്ഛനും അമ്മയും കുറ്റപ്പെടുത്തുന്നത് ചേച്ചീനെ തന്നെ, അവിടെ ചന്ദ്രോത്ത് പ്രഭയാൻ്റെയും രജനി ചേച്ചിയും കുറ്റപ്പെടുത്തുന്നതും ചേച്ചീനെ തന്നെ, ഇവർക്കെല്ലാവർക്കും ചേച്ചിയെ കുറ്റപ്പെടുത്താനോ ഉത്സാഹം, നന്ദേട്ടനെ തെറ്റ് ചെയ്തതെന്ന് അവർ ചിന്തിക്കണില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, നമ്മൾക്ക് അവരൊന്നും കുറ്റം പറയണ്ട, എന്തായാലും ചന്ദ്രോത്തെ അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നത് വേറെ ഒന്നുകൊണ്ടല്ല അമ്മയുടെ വിഷമം കൊണ്ടാണ്, അതുകൊണ്ട് അമ്മ പറയണതൊന്നും ഞാൻ കാര്യമാക്കണില്ല, നാളെ തന്നെ ഞാൻ പോയി CMനെ കാണാൻ നോക്കാമെന്നും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനയാണ്. നന്ദനാണെങ്കിൽ ഇങ്ങനെ ഈ തടവറയിൽ തന്നെ ഇരിക്കുമ്പം നന്ദന ആകെ ദേഷ്യവും വിഷമമൊക്കെ ആവുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നൊരു പിടിയും കിട്ടാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഗുണ്ടകൾ ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം, പ്രകാശിനെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം, സാറ് ഇവിടെ ഇല്ല, സാറ് എവിടെയോ പോയേക്കോ, എന്തായാലും സാറിന് 2 ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അതുവരെയും എന്നെ ഇവിടെ തന്നെ ഇടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കണതെന്ന് ചോദിക്കുമ്പം, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാറേ, എന്തായാലും പ്രകാശ് സാറ് പറയാതെ സാറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ നന്ദനാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷിനെയാണ്. ആണെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ എന്ന് ഓർത്ത് ആകെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം ഗുണ്ടകൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പം ഋഷി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഭക്ഷണമൊന്നും വേണ്ട, നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയുമ്പം, അതെങ്ങനെ ശരിയാവും, നിങ്ങളെ പറഞ്ഞു വിടാനല്ലല്ലോ ഞങ്ങളും കൂടി പിടിച്ചുകൊണ്ട് വന്നത്, എന്തായാലും പ്രകാശ് സാറ് വരട്ടെ, പ്രകാശ് സാറ് വന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അന്നേരം ഋഷി ചോദിക്കുന്നുണ്ട്, അയാൾ എന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് വന്നേക്കണേന്ന് ചോദിക്കുമ്പം, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ, സാറ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ചോദിച്ചാൽ മതി,
നേരത്തെ കാണിച്ചതുപോലെയുള്ള അതിബുദ്ധിയൊന്നും ഇനി കാണിക്കാൻ നിൽക്കണ്ട. ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നു കളഞ്ഞേക്കാനാ സാറ് ഞങ്ങളോട് പറഞ്ഞേക്കണേ. എന്തായാലും സാറ് പറഞ്ഞതനുസരിച്ച് നിങ്ങളെ ഇപ്പം തന്നെ ഒരാൾ കൊന്നു എന്നുള്ള ഇതിലാണ് നിൽക്കണേ. അപ്പോൾ പിന്നെ നിങ്ങളിനി മരിച്ചാലും ആ കുറ്റം അയാളുടെ തലയിലേക്കാണ് പോവുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ചന്ദ്രോത്തേക്ക് വരാണ്. ആ സമയത്ത് സിദ്ധാർത്ഥനും ഹരിയങ്കളും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ദേവികയെ കണ്ടതും സിദ്ധാർത്ഥൻ ആ മോള് വന്നോ, എന്നാൽ നമുക്ക് പോയാലോ മോളേന്ന് ചോദിക്കുമ്പം അങ്ങോട്ടേക്ക് പ്രഭാവതി വരുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോണ കാര്യം സിദ്ധു പറയണേന്ന് ചോദിക്കുമ്പം മിനിസ്റ്ററെ കാണണം, മിനിസ്റ്ററുടെ അടുത്തുനിന്ന് CM-നെ കാണാനുള്ള അനുമതി വാങ്ങി CM-നെയും കണ്ട് പരാതി കൊടുത്തിട്ടേ ഞങ്ങൾ വരുള്ളൂ എന്ന് പറയുമ്പോൾ ഈ പ്രഭാവതി പറയുന്നുണ്ട്, നിങ്ങൾ കുറേ ദിവസമായല്ലോ മിനിസ്റ്ററെ കാണാനും CM-നെ കാണാനും പരാതി കൊടുക്കാനും നടക്കുന്നു, എന്നിട്ട് ഇതുവരെയും കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ. എൻ്റെ മോനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ, എൻ്റെ മോൻ എവിടെയാണ്, എൻ്റെ മോനെ എനിക്കിപ്പോൾ കാണണം എന്നും പറഞ്ഞ് ഈ പ്രഭാവതി ദേഷ്യപ്പെടുമ്പോൾ ഹരിയങ്ങൾ പറയുന്നുണ്ട്, പ്രഭേ താനൊന്ന് സമാധാനപ്പെട്, എന്തായാലും ഞാനും ദേവികയും സിദ്ധു എല്ലാവരും അതിനു വേണ്ടിയല്ലേ പരിശ്രമിക്കണേ. നന്ദനെക്കുറിച്ച് ഇതുവരെയും ഒരു സൂചനയും കിട്ടിയിട്ടില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ നന്ദൻ എവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന്. സമയത്ത് പ്രഭാവതി ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, ഉവ്വ സമാധാനപ്പെടുന്നു പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി, എന്നിട്ട് ഇതുവരെയും എനിക്ക് സമാധാനിക്കാനുള്ള ഒരു കാര്യവും നിങ്ങൾ കണ്ടെത്തിയിട്ടുമില്ല, എന്നിട്ട് ഇപ്പോഴും പറയണത് സമാധാനിക്കാനാ, എനിക്ക് എൻ്റെ മോനെ കിട്ടണം, എത്രയും പെട്ടെന്ന് കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പം ഈ ദേവിക പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ബഹളം വെക്കല്ലേ, ഞങ്ങൾ പറഞ്ഞല്ലോ ഇന്ന് തന്നെ മിനിസ്റ്ററേയും CM-നെയും കണ്ട് അന്വേഷണം കുറച്ചും കൂടി സ്പീഡിലാക്കാൻ പറയാം, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മയെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, നിങ്ങളായിട്ട് ഇനി ഒന്നും ചെയ്യണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒരു പത്രസമ്മേളനം വിളിക്കാം, പത്രസമ്മേളനം വിളിച്ച് നന്ദനെ കാണാനില്ല എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നന്ദനെ കണ്ടെങ്കിൽ നമ്മളെ വിവരം അറിയിക്കൂലേ എന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട്, താൻ എന്തൊക്കെയാണ് പ്രഭയെ പറയണേ, പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ നന്ദനെ കാണാനില്ല എന്നുള്ള കാര്യം എല്ലാവരും അറിയൂലേ, അതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് നന്ദൻ്റെ ജീവന് തന്നെ ആപത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രഭാവതി പറയുന്നുണ്ട്, എന്താ ആപത്ത്, ഇതിലും വലിയ ആപത്ത് എന്തെങ്കിലും ഇനി വരാനുണ്ടോ, ഇപ്പം തന്നെ എത്ര ദിവസമായി എൻ്റെ മോനെ കാണാതായിട്ട്, അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല, ഇനിയിപ്പോൾ അവൻ ജീവിച്ചിരിക്കണ്ടോ എന്ന് വരെ എനിക്ക് സംശയമാണ്. ആ സമയത്ത് ദേവികയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി അമ്മേ ഇങ്ങനെയൊന്നും പറയില്ല അമ്മയെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഹരിയങ്ങൾ പറയുന്നുണ്ട്, എന്തായാലും സിദ്ധുവും ദേവികയും കൂടെ കൂടി CM-നെ കാണാൻ പോട്ടെ, ഇവരുടെ രണ്ടുപേരുടെയും സ്വാധീനം വെച്ച് അതുപോലെയുള്ള അന്വേഷണം നടക്കട്ടെ, ഞാൻ എൻ്റെ വഴിക്കും അന്വേഷിക്കാം, അധികം വൈകാതെ തന്നെ നമുക്ക് നന്ദനെ കണ്ടെത്താം. ആ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ആകെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രകാശനാണെങ്കിൽ രജനിയുടെ അടുത്തുനിന്ന് എല്ലാ രഹസ്യങ്ങളും ചോർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പം രജനിയാണെങ്കിൽ പ്രകാശിൻ്റെ മനസ്സിലിരിപ്പൊന്നും അറിയാതെ എല്ലാ കാര്യങ്ങളും ഈ പ്രകാശിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഗിരിയാണെങ്കിൽ രജനിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ രജനി എല്ലാ സത്യങ്ങളും പ്രകാശിനോട് പറയണേന്ന് ചോദിക്കുമ്പോൾ രജനി പറയുന്നുണ്ട്, സത്യങ്ങളൊക്കെ ഇപ്പോൾ മറച്ചു വെച്ചിട്ട് എന്തിനാ, പ്രകാശിനെ അറിഞ്ഞു എന്ന് വിചാരിച്ച എന്താ പ്രശ്നം, ഗിരി എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുമ്പം അതല്ല, നന്ദന് വേണ്ടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമല്ലേ, അതുകൂടാതെ ഇന്ന് ദേവികയും സിദ്ധാർത്ഥൻ സാറും കൂടെ കൂടി CM-നെ കാണാൻ പോകുന്നുണ്ട്, CM-നെ കണ്ട് പരാതി കൊടുക്കണമെന്നാണ് പറഞ്ഞതെന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, ഇന്നാളെ അവൾ CM-നെ കാണാൻ പോയിട്ട് CM-നെ കാണാൻ സമ്മതിച്ചില്ലല്ലോ ആ മിനിസ്റ്റർ, ഇനി കാണാൻ പോയാലും അത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറയുമ്പം ഗിരി പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ ആമങ്ങളുടെയും അമ്മയുടെയും കയ്യിലിരിപ്പിൻ്റെ, അന്ന് ആ പ്ലാന്റിന് അനുമതി കൊടുക്കരുതെന്ന് CM-ഉം മിനിസ്റ്ററൊക്കെ ദേവികയോട് പറഞ്ഞിരുന്നതാ, ഞാനും പറഞ്ഞിരുന്നതാ, എന്നിട്ട് മേഡത്തിൻ്റെയും നന്ദൻ്റെയും നിർബന്ധം സഹിക്കാൻ പറ്റാണ്ടല്ലേ ദേവിക ആ പ്ലാന്റിന് അനുമതി കൊടുത്തത്, പിന്നെ നീ എന്തിനാ അതിന് ദേവികയെ കുറ്റം പറയണേ, അതിനൊക്കെ കാരണക്കാരൻ നിൻ്റെ അമ്മയും ആങ്ങളെയും തന്നെയാണെന്ന് പറയുമ്പോൾ രജനിയാണെങ്കിൽ ആകെ ദേഷ്യത്തോടുകൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇസബല്ലേനെയാണ്. ഇസബല്ലയാണെങ്കിൽ ഋഷിയെയും കാണുന്നില്ല നന്ദനെയും കാണുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ സമനില തെറ്റിയതുപോലെയാണ് പെരുമാറുന്നത്. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, ബെല്ല നീ ഇങ്ങനെ കിടന്ന് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി നാലാമത് ഒരാളായി ഇപ്പം നിയന്ത്രിച്ചുകൊണ്ടിരിക്കണേന്ന്, അപ്പം നീ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പം എനിക്ക് ഉറപ്പായി നമ്മളൊന്നും അറിയാത്ത വേറെ ഏതോ ഒരു ശത്രു നമുക്കുണ്ട്, അയാളാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, മിക്കവാറും നന്ദനും ഋഷിയും അവൻ്റെ കസ്റ്റഡി തന്നെ ആയിരിക്കുമെന്ന്. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട്, അങ്ങനെ നാലാമതൊരാൾ ആരാ പാപ്പ, അങ്ങനെ നന്ദന് പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഈ കുരുവിള പറയുന്നുണ്ട്, നന്ദന് ശത്രുക്കൾ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല, ദേവിക ഒരു MLA അല്ലേ, ചിലപ്പോൾ ദേവികയുടെ ശത്രുക്കളായിരിക്കാം, അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ മുൻ MLA അല്ലായിരുന്നോ, ചിലപ്പോൾ സിദ്ധാർത്ഥൻ്റെ ശത്രുക്കളായിരിക്കാം, പിന്നെ ആ പ്രഭാവതിയും വലിയ മോശമുള്ള ആളൊന്നും ആയിരുന്നില്ലല്ലോ, ഇനിയിപ്പോൾ പ്രഭാവതിയുടെ ശത്രുക്കളാണ് തട്ടിക്കൊണ്ട് പോയതെന്നും പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാം കൊണ്ടും നമ്മളെല്ലാവരും പെട്ടു, ഇനിയിപ്പോൾ അരുന്ധതിനെയും പേടിക്കണം എന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട്, അത് പാപ്പം പറഞ്ഞത് നേരാ, അവർ നിസ്സാരക്കാരിയൊന്നുമല്ല, ഒന്നുമില്ലെങ്കിലും ഏത് നേരം അവർ തോക്കും കൈപ്പിടിച്ചുകൊണ്ടാണ് നടക്കണേ, അവർക്ക് എപ്പോഴാണ് സമനില തെറ്റി അത് നമ്മുടെ നേരെ ഉതിർത്തണേന്ന് പറയാൻ പറ്റില്ല. അന്നേരം കുരുവിള പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ കൊണ്ട് അവസാനിക്കും,
അവസാനിപ്പിക്കാം. ഋഷി മരിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം ദേവികയോട് തുറന്നു പറയാമെന്ന് ആ അരുന്ധതി മേഡം പറഞ്ഞതല്ലേ, അന്ന് നീയും കെവിനും അല്ലേ അതിനെ എതിർത്തതെന്ന് ചോദിക്കുമ്പം ഇസബെല്ല പറയുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല ഋഷിയും അതിനെ എതിർത്തതുകൊണ്ടാണ് മേഡം അത് പറയാതിരുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും സിദ്ധാർത്ഥനും കൂടി മന്ത്രിനെ കാണാൻ ചെന്നേക്കാണ്. സമയത്ത് മന്ത്രി ചോദിക്കുന്നുണ്ട് ദേവിക എന്താ വീണ്ടും വന്നേന്ന് ചോദിക്കുമ്പം സാറേ എനിക്ക് അത്യാവശ്യമായിട്ട് സീമിനെ ഒന്ന് കാണണം, സീമിനെ കാണാതിരിക്കാൻ പറ്റില്ല, കാര്യങ്ങൾ അങ്ങനെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അരുന്ധതിയും വിളിക്കുന്നുണ്ടല്ലോ, അരുന്ധതിയുടെ മകനെ കാണുന്നില്ല, അന്വേഷണം വേണമെന്നും പറഞ്ഞ് നന്ദനെയും കാണുന്നില്ല, ഇതുവരെയും അവരുടെ രണ്ടുപേരുടെയും മിസ്സിങ്ങിനെ കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരാളാണോ അതോ ഒന്നിലധികം പേരാണോ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് ഒന്നും അറിയില്ല സാറേ, എത്രയും പെട്ടെന്ന് എനിക്ക് CMനെ കാണണം, CMനെ കണ്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ മന്ത്രി പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഇന്ന് തന്നെ CMനെ കാണാൻ പോവാം, ദേവിക പോരെയെന്നും പറഞ്ഞ് അങ്ങനെ ദേവികയും സിദ്ധാർത്ഥനും കൂടി CMനെ കാണാനായിട്ട് പോകുന്നുണ്ട്. സമയം നമ്മളുടെ പ്രകാശനാണെങ്കിൽ പലതും കണക്ക് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗിരി വരുന്നുണ്ട്. ഗിരി വന്നിട്ട് പ്രകാശനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പ്രകാശ പോവാത്ത, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ഗിരിയേട്ടാ ഞാൻ എവിടെ പോകാനാ, എൻ്റെ അപ്പച്ചിയുടെ വീട് മാത്രമല്ലേ എനിക്കുള്ളൂ, അതുപോലെ ബന്ധുക്കളായിട്ടും എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ എന്നെ ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങോട്ട് പോകും, ആകെ ഞാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ ജയിലിലേക്ക് തന്നെ പോകില്ലേ, അതുവരെ ഞാനിവിടെ നിന്നോട്ടെ ഗിരിയേട്ടാന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയുന്നുണ്ട് പറ്റില്ല, നിന്നെ ഇവിടെ ഒരു നിമിഷം പോലും നിർത്താൻ പറ്റില്ല, ഞാൻ വന്നപ്പോൾ തന്നെ നിന്നെ ഇറക്കി വിടാൻ നിന്നതാ, അമ്മ കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്, എന്തായാലും നീ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, ഇനി സമാധാനമായിട്ട് ഇവിടുന്ന് പോകാൻ നോക്കുന്ന. ആ സമയത്ത് ഗിരിയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരിയുടെ അമ്മ വന്നതും ഈ ഗിരി പറയണേ കേൾക്കുമ്പം അമ്മയ്ക്കാണെങ്കിൽ ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹതാപം തോന്നിയിട്ട് ഗിരിയോട് പറയുന്നുണ്ട് വേണ്ട ഗിരി, എന്തായാലും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അവൻ അതുവരെ ഇവിടെ നിൽക്കട്ടെ, പരോള് കഴിഞ്ഞ് ജയിലിലേക്ക് എന്നെ തിരികെ പോകാനുള്ളതല്ലേ, എന്തായാലും എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ, എൻ്റെ കൂടപ്പിറപ്പിൻ്റെ മോനല്ലേ എന്ന് പറയുന്നു. ഇത് കേട്ടതും ഗിരി ദേഷ്യത്തോടുകൂടി അമ്മയോട് പറയുന്നുണ്ട് അമ്മ ഇനിയും ഇവനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനമ്മ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും, ഇതിനു മുമ്പ് ഒരിക്കൽ അവനെ ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ ശിക്ഷ അമ്മ അനുഭവിച്ചതല്ലേ, എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത്, ഇനി അത് വീണ്ടും ആവർത്തിക്കണം എന്നാണോ അമ്മ പറയണതെന്ന് ചോദിക്കുമ്പം പ്രകാശനാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ചുകൊണ്ട് ഗിരിയുടെ അമ്മയുടെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.